ഇടതുമുന്നണി INL അനുവദിച്ച കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ പൊതുസ്വതന്ത്രനെ പരിഗണിച്ചേക്കും. മുസ്ലിം ലീഗിൽ KM ഷാജി വീണ്ടും മണ്ഡലത്തിൽ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചതോടെ ഷാനവാസ് പാദൂറിനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് INL. വിജയസാധ്യതയാണ് ഇത്തവണ പ്രധാന ഘടകമെന്ന് INL കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം ന്യൂസ് 18നോട് പറഞ്ഞു. BJPയും മുസ്ലിം ലീഗ് നേർക്കുനേർ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ്. ഇത്തവണ ഇടതുമുന്നണിയിൽ INL തന്നെ കാസർഗോഡ് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഏതായാലും നമ്മോടൊപ്പം INL ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം ചേരുന്നു. എന്താണ് ഈ കാസർഗോഡ് സീറ്റ് ഇത്തവണ INL തന്നെ മത്സരിക്കും? എന്താണ് കാസർഗോഡ് സീറ്റ് LDF INL നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് INL ഇപ്രാവശ്യം കാസർഗോഡ് മത്സരരംഗത്തുണ്ടാവുക. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആണ് കാസർഗോട്ടെ ജനത ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ മുസ്ലിം ലീഗ് വിജയിക്കുന്നത്, BJP പ്രധാന പോരാട്ട പാർട്ടിയായും വരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വികസനം കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. വർഗീയ ധ്രുവീകരണത്തിനപ്പുറം ഒരു മാറ്റം വേണം എന്നുള്ള ചിന്താഗതിയാണ് കാസർഗോട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ INL നേരിടുന്നത്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് INL നേരിട്ട് മത്സരിക്കുമ്പോൾ അതല്ല ഒരു പൊതു സ്വതന്ത്രനെ ആ രീതിയിലുള്ളൊരു അടവുമായിരിക്കും ഇത്തവണ? ഞങ്ങളതാണ് പറഞ്ഞത്, കാസർഗോട്ടെ ജനങ്ങൾ മൊത്തം മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും INL പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായിട്ടും INL നേതാക്കളും ആരാണ് എന്നുള്ളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പൊതുവികാരം കണക്കിലെടുത്തുകൊണ്ട് പൊതുസ്വതന്ത്രന്മാർ പലരും ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തിലുള്ള അന്തിമ തീരുമാനം ഉടൻ ഞങ്ങൾ എടുക്കുന്നതാണ്. അതായത് കാസർഗോഡ് സീറ്റ് INL, പക്ഷേ INL തീരുമാനിക്കും ആരാണെന്നുള്ളത്. അതായത് നേരിട്ട് ചോദിച്ചാൽ ഇപ്പോൾ ഷാനവാസ് പാദൂർ ആയിരുന്നു ആദ്യം കാസർഗോഡ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് മഞ്ചേശ്വരം എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മഞ്ചേശ്വരം ഇടതുമുന്നണിയിൽ KR ജയാനന്ദ് മത്സരിക്കുന്നു. അങ്ങനെ ഷാനവാസ് പാദൂർ നേരിട്ടൊരു ചോദ്യമാണ്, ഷാനവാസ് പാദൂറിനെ കാസർഗോഡ് INL മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു. കാസർഗോഡ് ആര് സ്ഥാനാർത്ഥി എന്നുള്ള ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പല നേതാക്കളുമുണ്ട്. ഷാനവാസ് പാദൂർ ഞങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലുള്ള നേതാവാണ്. LDFൻ്റെ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിലെ കാൻഡിഡേറ്റാണ്, ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ആ നിലക്ക് ഷാനവാസ് പാദൂറിനെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ആ കാര്യത്തിലൊരു തീരുമാനം പാർട്ടിയാണ് എടുക്കേണ്ടത്, INL എടുക്കേണ്ടത്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർട്ടി വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനമായിരിക്കും കാസർഗോഡ് പ്രാവശ്യം എടുക്കുക. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച ഷാനവാസ് പാദൂറോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഔദ്യോഗികമായിട്ടുള്ള ഒരു ചർച്ചകളും നമ്മൾ ആരുമായിട്ട് നടത്തിയിട്ടില്ല. പലരും ഇങ്ങനെ പൊതു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടില്ല. പാർട്ടി കാര്യങ്ങളിൽ ഒന്നാം ഘട്ട ചർച്ച, രണ്ടാം ഘട്ട ചർച്ചയൊക്കെ നടന്നു. ഏറ്റവും അവസാനം ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. ഈ തുടക്കത്തിൽ KM ഷാജിയുടെ പേര് മുസ്ലിം ലീഗ് ഉയർന്നു വന്നിരുന്നു, പിന്നീട് അത് മായൻ കലക്ടറായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് വീണ്ടും കേൾക്കുന്നത് പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥി വരും മുസ്ലിം ലീഗിലെന്ന്, അതായത് KM ഷാജിയെ പോലുള്ള ആൾക്കാർ വരുന്നതാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ INL നേരിട്ട് മത്സരിക്കാൻ നിൽക്കുമോ അതല്ല ആ സമയത്തായിരിക്കും ഇത്തരത്തിലൊരു അടവ് നയം, ഒരു പൊതു സ്വതന്ത്രനെ ഷാനവാസ് പാദൂറിനെ പോലെ ഒരാളെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുക? ഞങ്ങൾ മറുഭാഗത്ത് ആര് സ്ഥാനാർത്ഥി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. എന്തായാലും മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥിത്വം നോക്കി, അതായത് പുറത്തു നിന്നുള്ള KM ഷാജിയെ പോലുള്ള ആളുകൾ ഇവിടെ മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ ഷാനവാസ് പാദൂറിനെ പോലുള്ള ആളുകളെ പരിഗണിക്കും എന്ന ഒരു വാക്കുകളാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. എന്തായാലും മത്സരം കാസർഗോട്ടും ഇത്തവണ കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.